പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാമോ? യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിക്കുവാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവിടെ മധ്യയുണ്ട്. നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോര ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ കൊണ്ടുവന്നവരെല്ലാം കരം വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകലിലാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. ദൈവസന്നിധിയിൽ നിന്ന് ചെറിയൊരു ദൂത് നിങ്ങളോട് വേഗത്തിൽ കൈമാറി എൻ്റെ മുൻപിലുള്ള സമയത്തിനകത്തിരിക്കുവാൻ ദൈവനാമം ശരണപ്പെടുന്നു. സംഖ്യാപുസ്തകം നാം വായിച്ചപ്പോൾ തന്നെ, ഈ അധ്യായം വായിച്ചപ്പോൾ തന്നെ നമുക്ക് സന്ദർഭമെല്ലാം വേദപുസ്തകം പഠിക്കുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞു. അവരുടെ ഹൃദയത്തിനകത്തൊരു ചെറിയ പിക്ചർ വെളിപ്പെട്ട് കഴിഞ്ഞു. പ്രിയരെ, ഇസ്രായേൽ, ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സെക്ഷനിൽ പറഞ്ഞതുപോലെ, ഇസ്രായേൽ 40 വർഷം 41 കൂടാരം മാറ്റി മാറ്റി അടിച്ചു. 41 കൂടാരം അടിക്കുന്നതിൻ്റെ ചേർന്ന് മോവാബ് സമഭൂമിയിൽ ഇസ്രായേലിൻ്റെ കൂടാരം നാട്ടുകയാണ്. മോവാബ് സമഭൂമിയിൽ ഇസ്രായേലിൻ്റെ കൂടാരം നാട്ടി കഴിഞ്ഞപ്പോൾ സിപ്പോറിൻ്റെ മകനായ ബാലാക്ക്, ആമേൻ, ഈ ജനത്തിൻ്റെ വളർച്ച കണ്ടിട്ട് ബാലാക്ക് തന്നെ പറയുന്നൊരു പദമുണ്ട്, കാള പുല്ല് തിന്നുന്നത് പോലെ ഈ ജനം ദേശം മുഴുവനും ആമേൻ അവകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനത്തിൻ്റെ വളർച്ച തടയണം. സിപ്പോറിൻ്റെ മകനായ ബാലാക്കിൻ്റെ ചിന്ത, ഈ ജനത്തിൻ്റെ വളർച്ച തടയണം, ഇവൻ്റെ അനുഗ്രഹത്തെ തടയണം. ഇവൻ്റെ അനുഗ്രഹത്തിനെ തടയണമെങ്കിൽ ഒരുവനെ കൊണ്ട് ശപിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ സിപ്പോറിൻ്റെ മകനായ ബാലാക്ക് ബിലയാം എന്ന് പറയുന്ന ശക്തനായ പ്രവാചകനെ തൻ്റെ പൊന്ന് കാണിച്ചു, തൻ്റെ കയ്യിലുള്ള പണം കാണിച്ചിട്ട് ബാലാക്കിനെ വിളിക്കുകയാണ്. ബാലാക്കിനോട് പറഞ്ഞു, ഈ ജനത്തിനെതിരെ നീ പ്രവചിക്കണം. ഈ ജനത്തിനെതിരെ നീ ശാപം പ്രവചിക്കണം. ഈ ജനം ശപിക്കപ്പെടണം. ഈ ജനം ശപിക്കപ്പെടണം. ബിലയാം 3 പ്രാവശ്യം ജനത്തെ ശപിക്കാൻ ബാലാക്ക് 3 പ്രാവശ്യം ബിലയാമിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. 3 പ്രാവശ്യം ബിലയാം ശപിക്കാൻ വേണ്ടി തുനിയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ബിലയാമിൻ്റെ നാവ് ചലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുൻപിൽ ഇറങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുൻപിൽ ഇറങ്ങി. മറ്റൊരു പ്രാവശ്യം കഴുത ദൂതനെ കണ്ടു. ഇവൻ്റെ കണ്ണ് മങ്ങിയപ്പോൾ കഴുത ദൂതനെ കണ്ടു. കഴുത പോലും ബിലയാമിനോട് പ്രവചിക്കുന്ന ആഴമേറിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകല് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാ. ദൈവം അനുഗ്രഹിച്ച നിന്നെ ശപിക്കാൻ ആർക്കും കഴിയില്ല. ദൈവം അനുഗ്രഹിച്ച നിന്റെ സഭയെ തകർത്തു കളയാൻ ഉലകത്തിൻ്റെ ശക്തികൾക്ക് കഴിയില്ല. ദൈവം അനുഗ്രഹിച്ച നിന്റെ തലമുറയും, ദൈവം അനുഗ്രഹിച്ച നിന്റെ ശുശ്രൂഷയും, ദൈവം അനുഗ്രഹിച്ച നിന്റെ ജീവിതത്തെ തകർക്കാൻ ഉലകത്തിലെ ഒരു പ്രവാചകനും കഴിയില്ല, ഉലകത്തിലൊരു വ്യക്തിക്കും കഴിയില്ല. ഇന്ന് പകൽ അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്കണം. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽ ശത്രുവിന്റെ പല പദ്ധതികളും ഈ പകൽക്കാല ദൈവം ഉടയ്ക്കുകയാണ്. ദൈവം ഉടയ്ക്കുകയാണ്. ദൈവ ചിലവിന്റെ ആലോചനകളെ വ്യർത്ഥമാക്കുന്ന പകലാണ്. ഒരു ആയുധവും ഫലിക്കാതെ വണ്ണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കല ഈ പകൽ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടുകയോ. കരമടിച്ചു വായ്കളെ തുറമ എന്റെ ദൈവത്തിന് ആരാധന കൊടുത്തോട്ടെ.
ഹാളിനകത്ത് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ ഞങ്ങൾ ശ്രമിക്കുന്നവിടമേ, ഇനി ശ്രമിക്കാൻ പോകുന്നവിടമേ ഈ ശക്തി അതുപോലെ വെളിപ്പെടുകയോ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വാഗ്ദത്തം പറഞ്ഞ് വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പകൽ ഉലകത്തിലെ ഒരു വ്യക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല, നിനക്കെതിരെ മാവ് ചലിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് അങ്ങനെ പ്രവചിക്കുന്നു. ചിലവിന്റെ മാവിനെ ദൈവം ബന്ധിക്കുക, നിനക്കെതിരെ ചലിക്കുന്ന ചില മാവിനെ ദൈവം ബന്ധിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ചില മാനുഷിക മാവുകള് ബന്ധിച്ച ആത്മാവ് ചിലവിനെ ഒതുക്കുകയോ. ബിലെയാമ് ശാപം പ്രവചിക്കാൻ പദ്ധതിയിടുക. പക്ഷേ ദൈവം അനുഗ്രഹിച്ചവനെ അവൻ എങ്ങനെ ശപിക്കും? അമ്മേ, ഇന്ന് പകൽക്കാലം കേട്ടെ, 3-ലധികം പ്രാവശ്യം ബിലെയാമിന്റെ മുൻപിൽ ബാലാക്ക് വരിക, ഓഫറുകൾ കൂടുക, ഡിമാൻഡുകൾ കൂടുക. ആമേൻ, അവനുള്ളതെല്ലാം ഒരു വാക്യത്തിനകത്ത് വായിക്കുന്നത് ബിലെയാമിന്റെ കൂടാരം നിറയ്ക്കുവോളം പൊന്നുകൾ കൊടുക്കാമെന്ന് ബാലാക്ക് ഓഫർ ചെയ്യുക. പക്ഷെ ബിലെയാമിന് ആഗ്രഹമുണ്ട്, ഇവരെ ഒന്ന് ശപിച്ച കൊള്ളാം, പക്ഷേ ശപിക്കാൻ പറ്റില്ല, ദൈവത്തിന്റെ അനുഗ്രഹം കിടക്കുക. ആർക്കൊക്കെ നിന്നെ തകർത്ത് കളയാൻ പദ്ധതിയുണ്ട്, ആർക്കൊക്കെ നിന്നെ ദേശത്ത് നിന്ന് ഓട്ടിച്ച് കളയാൻ പദ്ധതിയുണ്ട്, ആർക്കൊക്കെ നിന്റെ സഭയെ പൂട്ടിക്കാൻ പദ്ധതിയുണ്ട്, ആർക്കൊക്കെ നിന്റെ തലമുറയെ തീർത്തു കളയാൻ പദ്ധതിയുണ്ട്. പക്ഷെ കടിയില്ല. അനുഗ്രഹം നിന്റെ തലയുടെ മുകളിൽ, അനുഗ്രഹം നിന്റെ തലയുടെ മുകളിൽ നിൽക്കുക. പക്ഷെ ബിലെയാം 3-ലധികം പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അവസാനം ബാലാക്ക് വന്ന് ബിലെയാമിനോട് പറയുക, എങ്ങനെയെങ്കിലും നീ ഒന്ന് ശപിക്കടാ, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒതുക്ക്. അപ്പം ബിലെയാം പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ തനിച്ചു പാർക്കുന്ന ജനം, ഇത് ജാതികളുടെ എണ്ണത്തിൽ കൂട്ടാത്തത്. ഓ ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യം അതാണ്. അവരുടെ ഇസ്രായേലിന്റെ നടുവിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. ഇത് ധനിച്ചു പാർക്കുന്നവനാണ്. ഇത് മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചവരാണെങ്കിലും ഇത് ധനിച്ചു പാർക്കുന്നവരാണ്. ബാലാക്കേ, ഇവർക്കെതിരെ രാജാക്കന്മാർ തിരിയാതിരുന്നിട്ടില്ല, ഇവരെ ഒതുക്കാൻ പ്രഭുക്കന്മാർ പദ്ധതിയിടാതിരുന്നിട്ടില്ല. പക്ഷെ ഇവര് തകരാത്തതിന് കാരണം, ഇവരുടെ നടുവിൽ തിന്മ വെളിപ്പെടാത്തതിന് കാരണം, ഇവരിൽ കഷ്ടത വെളിപ്പെടാത്തതിന് കാരണം, ഈ പകൽ അതാണ് എന്റെ ദൂത്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്, അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. പ്രിയരെ, ബിലെയാം ബാലാക്കിനോട് പറയുക, യാക്കോബിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനേ ഇല്ല. അതിന് കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവരുടെ മധ്യ ദൈവമുണ്ട്, അവരോട് കൂടെ ദൈവം ഇരിക്കുക. അടുത്ത പദമായി എന്നെ ചലിപ്പിച്ചത്, രാജകോലാഹലം അവിടെ മടിവിലുണ്ട്, അവരുടെ മധ്യയുണ്ട്. എവിടെയാ രാജകോലാഹലം വെളിപ്പെടുന്നത്? രാജാവുള്ളടുത്ത് രാജകോലാഹലമുണ്ട്. ബിലെയാമേ, നീ രാജാവായിരിക്കുക, പക്ഷെ രാജാവ് അവിടെ നടുവിലുണ്ട്. പിടികിട്ടുന്നോ? മോവാബ് സമഭൂമി, ആ ജനത്തെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് നോക്കണം. ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു താഴ്വരയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, നടുവിൽ ഒരു വലിയൊരു ടെന്റ്, മതിലുകൾ കൊണ്ട്
മതിലുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ പണിയപ്പെട്ട ഖദിരമരം കൊണ്ട്. ആ പദം ഞാൻ പറയട്ടെ, ഖദിര. ഓ ഖദിരമരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ആ മരത്തെ കാണാൻ ആഞ്ഞിലിന്റെ അത്ര സൗന്ദര്യമില്ല, തേക്കിന്റെ അത്ര പ്രൗഢിയില്ല, ഹലോ പ്ലാവിന്റെ അത്ര മഞ്ഞളിപ്പില്ല. ഖദിരമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ ബോക്സ് പോലെ ഇരിക്കും. ഹലോ ആമേ, കറുത്ത് കറുത്ത്. നമ്മൾ വിചാരിക്കും ഖദിരമരം എന്ന് വിചാരിക്കും നീളനെ വളരുന്ന മരം എന്നാ. ഇല്ല ആമേ, ഒരടി കഴിയുമ്പോൾ 3 അടി വളവ്. ഹലോ, പിന്നെയും ഒരടി നേരെ, പിന്നെ 2 അടി വളവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന മരം. ഒരാശാരി പോലും ആ മരം കൊണ്ടൊന്നും പണിയില്ല. ആർക്കും ഉപയോഗമില്ലാതെ, കാണാൻ ഭംഗിയില്ലാതെ ഇരുണ്ട നിറമുള്ള ഖദിരമരത്തെ ആർക്കും ചേർത്ത് പിടിക്കത്തില്ല. പക്ഷേ വചനം പറയുന്നു, ആർക്കും പണിയാറ്റാൻ കഴിയാത്തതിന് എൻ്റെ ആലയത്തെ ഞാൻ പണിയാം. ആർക്കും വേണ്ടാത്തതിനെ കൊണ്ട് ഞാൻ എൻ്റെ ആലയത്തെ പണിയോ. ഈ പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിനക്ക് യോഗ്യതയില്ലാഞ്ഞിട്ട കുഞ്ഞ് എൻ്റെ ദൈവം തിരഞ്ഞെടുത്തത്. നിന്റെ അയോഗ്യതകളാണ് എൻ്റെ ദൈവം നിന്നെ വലിപ്പമുള്ള ആഞ്ഞിലി ഉണ്ടായിട്ട്, വലിപ്പമുള്ള സൗന്ദര്യമുള്ള തേക്കുണ്ടായിട്ട് എമ്പുകൊണ്ട് എന്റെ ദൈവം ഖദിരമരത്തെ തിരഞ്ഞെടുത്തു. ഇന്ന് പകൽ ആർക്കും പണിയാ കഴിയാത്തതിനെ കൊണ്ട് എന്റെ ദൈവം ചിലവ് പണിയിക്കുന്നത്. ഈ പട്ടണത്തിൽ ഞാൻ അങ്ങനെ ഒരു ദൂത് കൈമാറ്. ആർക്കും വേണ്ടാത്ത നിന്നെ കൊണ്ട്, ആരും പരിഗണിക്കാത്ത ഖദിരമരത്തെ പൊന്നുകൊണ്ട് മൂടി. അവിടെ കൂടാരത്തിന്റെ നടുവിൽ ഒരു ആലയം, മരുഭൂമിയിലെ ആലയം. ദി ടാബർനാക്കിൾ ഇൻ ദി വിൽഡർനെസ്, മരുഭൂമിയിലെ സഞ്ചരിക്കുന്ന ആലയം. ദി വാക്കിംഗ് ടെമ്പിൾ ഓഫ് ഗോഡ്, സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ആലയം. അതിൻ്റെ നടുവിൽ ഒന്ന് ശ്രദ്ധിച്ചേ. അതിന് 3 ഘട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ചുറ്റും ഓരോ ഗോത്രങ്ങൾ. ഹലോ, ആദ്യത്തെ റൗണ്ടിൽ മഹാപുരോഹിതന്മാർ, അതിൻ്റെ പുറകിൽ പുരോഹിതന്മാർ, അവരുടെ പുറകിൽ ഓരോ സൈഡിലും ഓരോ ഗോത്രങ്ങൾ. ആ ഗോത്രങ്ങൾ എങ്ങനെ കിടക്കണം? ട്രയാങ്കിൾ പോലെ കിടക്കണം. എങ്ങനെ? ട്രയാങ്കിൾ പോലെ കിടക്കണം എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒരു വലിയ സൈന്യ പാളയം ഇറങ്ങിയിരിക്കുന്നത് പോലെ. അതിന്റെ മടുവിൽ അതിന്റെ ക്യാപിറ്റൽ സിറ്റി ഉയർന്നു നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ ആലയം ഉയർന്നു നിൽക്കുക. അമ്മേ, ഓരോ ഗോത്രത്തിന്റെ മുൻപിലും അവരുടെ ഗോത്രത്തിന് ദൈവം കൊടുത്ത കൊടി അടയാളം നാട്ടണം. ഓ രാമനഘടക, പാറിപ്പറക്കുന്ന കൊടി, ദൈവത്തിന്റെ മനോഹരമായ ആലയം. അവിടെ വചനം പറയുന്നു, ബാലാക്ക് പറയുന്നു, അതുകൊണ്ട് യാക്കോബിൽ തിന്മ. ഓ, ഇവർ തനിച്ചു പാർക്കുന്നവരാണ്, ജാതികളുടെ എണ്ണത്തിൽ കൂട്ടപ്പെടാത്തവരാണ്. പക്ഷേ അവരുടെ മടുവിൽ തേജസ് ഇറങ്ങുന്ന ഒരു ആലയമുണ്ട്. അവരുടെ മടുവിൽ ദൈവമകത്വം ഇറങ്ങുന്ന ഒരിടമുണ്ട്. ആമേൻ. അതുകൊണ്ട് അവരിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനേ ഇല്ല. ഈ പകൽ കഷ്ടത വരാഞ്ഞിട്ടല്ല കുഞ്ഞ്, തിന്മ പദ്ധതി ഇടാഞ്ഞിട്ടല്ല, മിന്നിൽ അത് വെളിപ്പെടാത്തത്. ഇതിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. 2025 ജീവനോടിരിക്കുന്നത് കുഞ്ഞെ കൂടെ പറമ്പ് എന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓ എത്രയോ പകൽ ജോലിക്ക് പോയിടത്ത്, എത്രയോ പകൽ വാഹനം ഓടിച്ചപ്പോ, എത്രയോ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് പോയപ്പോ പിന്നെ ഒതുക്കിക്കളയ ശത്രു പദ്ധതിയുമായി വന്നിട്ട് നിന്റെ കൂടാരത്തിൽ തിന്മ കാണാനില്ലാതായത് എന്റെ ദൈവമിന്റെ മടുവിലുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ സ്തുതിച്ച പോരാ, ഇങ്ങനെ ആരാധിച്ച പോരാ. കൂടപ്പറപ്പ് എല്ലാം തകർന്ന് ആത്മഹത്യ മാത്രം വഴി മുൻപിൽ നിന്നപ്പോൾ ഈ പകൽ മിന്നക ജീവിതത്തിനകത്ത് എന്റെ ദൈവ കൂടെയുണ്ടായിരുന്നവ. അസാധാരണമായ സാന്നിധ്യം
ഇതിനകത്ത് ചലിക്കുക കേട്ടോ, ചലിക്കുക. എമ്മറിയിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയാത്തവണ് ദൈവത്തിൻ്റെ മകത്ത് ഈ ഹോളിനകത്ത് വെളിപ്പെടുക. കാഴ്ചക്കാരായിരിക്കുന്നവർക്ക് ഇരിക്കുക, ഈ പകൽ സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുക. ഈ പകൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ശത്രു ഇട്ടിരിക്കുന്ന ചില തിന്മകളെ ആത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുക, ആത്മാവ് എടുത്തെറിയാൻ പോകുക. ശത്രുവിന്റെ ചില പദ്ധതികൾ ഈ ഉപവാസ പ്രാർത്ഥന തലമുറകളുടെ ഭാവിക്കകത്ത് വലിയ ചലനങ്ങൾ, വലിയ ചലനങ്ങൾ. ഈ പകൽക്കാല ചിലത് ആത്മാവ് പിടിക്കുക, ആത്മാവിൽ പിടിക്കുക. ശത്രുവിന്റെ ചില തീയമ്പുകൾ ഏത് വഴി വന്നോ അതേ വഴിയിൽ തിരിച്ചു പോകും ഒരു വെളിപ്പാട്. ആരും എന്നെ ഒതുക്കാൻ ശ്രമിച്ചോ, ആരും എന്നെ തലമുറയെ തീർത്താൻ ശ്രമിച്ചോ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറ, എന്നിൽ തിന്മ കാണാനില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇരിക്കുക, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇരിക്കുക. എനിക്ക് ആര് തിന്മയ്ക്കായി ചെയ്തത് എൻ്റെ ദൈവം നന്മയ്ക്കായി തീർക്കും. പ്രിയരേ, 2025 ഈ ജൂലൈ മാസത്തിൽ ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നമുക്ക് കൃപ നൽകിയത് കഴിവല്ല, മിടുക്കല്ല, സൗന്ദര്യമല്ല, ഈ ലോകത്തുള്ള ഒരു നന്മകളുമല്ല. പക്ഷെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്റെ കൂടെ ഇരുന്നതാ, നിന്റെ പക്ഷത്ത് ദൈവം ഉണ്ടായതാ. എത്രയോ പ്രാവശ്യം നിന്റെ വാഹനം ആക്സിഡന്റ് ആകേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ തലമുറ നിന്റെ വീട് വിട്ടു പോകേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ സഭ പൂട്ടേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ സാമയ ശുശ്രൂഷ തീരേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ തലമുറ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം ജീവിതം എടുത്ത് ഒരു രോഗിയായി നീ ഒതുങ്ങേണ്ടതായിരുന്നു. പക്ഷെ നിന്റെ വീട്ടിൽ കയറാത്തതിന് കാരണം ബലവാനായവൻ നിന്റെ കൂടെ ഉണ്ടായത് കൊണ്ട്, അവൻ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അർഹതയില്ലാത്ത ജീവിതം ഈ പകൽക്കാലം നിൽക്കുന്നത് എന്റെ ദൈവമിന്റെ കൂടെയുള്ളത് കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കും. ഇന്നലെ രാത്രി ഞാൻ ഈ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഏകദേശം 1:30 മണി കഴിയുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു. ഒറ്റ കാര്യം, ദൈവം ഉള്ളത് കൊണ്ടാണ്, ദൈവം ഉള്ളത് കൊണ്ടാണ്, വിശുദ്ധി കൊണ്ടല്ല, പ്രാർത്ഥനയുടെ മിടുക്ക് കൊണ്ടല്ല, പ്രസംഗത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല. എത്രയോ പ്രാവശ്യം പിന്മാറിപ്പോയി, എത്രയോ പ്രാവശ്യം ദൈവത്തെ മറന്നു, എത്രയോ പ്രാവശ്യം വായിൽ നന്മ ഇരുന്നപ്പോഴും പുറുപുറുത്തു, എത്രയോ പ്രാവശ്യം ഈ ദൈവത്തെ മറന്നുപോയി, എത്രയോ പ്രാവശ്യം ആരാധന മറന്നു. എന്നിട്ടും ദൈവം നമ്മെ വിട്ടുപോയില്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചില്ല, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞില്ല. എത്രയോ പ്രാവശ്യം ദൈവത്തോട് നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവത്തെ കളിപ്പിച്ചു. എത്രയോ ഞായറാഴ്ചകൾ വന്ന് നമ്മൾ തീരുമാനമെടുത്തു, പലപ്പോഴും ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നില്ല. എത്രയോ ഉപവാസ പ്രാർത്ഥനകൾ നമ്മൾ തീരുമാനമെടുത്തു, ആ തീരുമാനത്തിലൊന്നും നമ്മൾ ഉറച്ചു നിന്നില്ല. എല്ലാ ആണ്ടയോഗത്തിന് ക്രോസ് ഓവർ സർവീസിനും വന്ന് നമ്മൾ 100 തീരുമാനം ഡയറിയിൽ എഴുതിയെടുത്തിട്ടാണ് പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിന്റെയും മുൻപിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ നമുക്കത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. പക്ഷെ വചനം പറയുന്നു, ദൈവം അവിടെ കൂടെ ഇരുമോ. നിന്റെ കുടുംബം തകരാത്തത്, നിന്റെ തലമുറ നശിച്ചു പോകാത്തത്, സഭ തകരാത്തത്, നമ്മുടെ ശുശ്രൂഷ തകരാത്തത്, പ്രിയ കൂടപ്പിറപ്പേ മക്കളെ, നമ്മൾ നശിച്ചു പോകാത്തത് ദൈവം നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും നന്മകൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവം കരുതുന്നെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എൻ്റെ കയ്യിൽ തന്നതെല്ലാം അർഹതയില്ലാത്തതാണെന്ന് ഉറപ്പുണ്ടോ?
ഇതെല്ലാം ലഭിച്ചത് ദൈവം കൂടെ ഇരുന്നത് കൊണ്ടാണ്. കയറിക്കിടക്കാൻ ഒരു ഭവനം ഉണ്ടായി, ദൈവം കൂടെ ഉണ്ടായിരുന്നത്. വാഹനം തന്നത് ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. എത്രയോ തലമുറകൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഇന്ത്യയുടെ തലസ്ഥാനത്ത്, ഇപ്പോഴൊന്നുമല്ല, കോവിഡ് സമയത്ത് നടു റോട്ടിൽ പട്ടി ചത്തു കിടന്നപ്പോൾ ആ പട്ടിയുടെ മാംസം വാരി ഭക്ഷിക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രമടങ്ങുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. 2020 ഇന്ത്യയുടെ തലസ്ഥാനത്ത് ആഹാരം കിട്ടാത്തത് കൊണ്ട് ഒരു യുവാവ് ചത്തുനാറിക്കിടന്ന പട്ടിയുടെ മാംസം ഭക്ഷിക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. ഇന്ന് പകൽക്കാലം എന്തിനെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? വേദന വന്നിട്ടില്ലെന്നല്ല, എങ്കിലും ശൂന്യത വന്നിട്ടില്ലെന്നല്ല, അന്നുള്ളതെല്ലാം തന്ന ദൈവം നടത്തുന്നില്ലേ? നാളത്തെ പകൽ എന്താകും? അവർക്ക് ഞാൻ എങ്ങനെ ആ നന്മ കൊടുക്കും? എനിക്ക് വേണ്ടി ആര് കരുതും? എനിക്ക് വേണ്ടി ആര് നന്മ തരും? ഒരു വ്യക്തിയും എന്നെ സഹായിക്കാനില്ലല്ലോ. ചേർത്ത് പിടിച്ചവരെല്ലാം ഇന്ന് മാറിപ്പോയില്ലേ എന്നോർത്ത് കരഞ്ഞ രാത്രികളിൽ ഇറങ്ങി വന്ന് ചേർത്ത് പിടിച്ചൊരു ദൈവമില്ലേ? ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. മകളെ, ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരം ഇന്നുള്ളതുപോലെ നിലനിൽക്കുന്നതേ ദൈവം നിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. പലരും പദ്ധതി ഇടാഞ്ഞിട്ടല്ല, പലരും ശാപം പറയാഞ്ഞിട്ടല്ല, പലരും തകർക്കാൻ നോക്കിയപ്പോഴും ദൈവം വളർത്തിയതേ. പലരും നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ സംസാരിച്ചപ്പോ, നിന്റെ ഭാവിക്കെതിരെ സംസാരിച്ചപ്പോ, നിനക്കെതിരെ പദ്ധതി എടുത്ത് കൂട്ടുകെട്ടുകൾ കൂടിയപ്പോൾ നീ തകരാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ടാ, ദൈവ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. അവർ സിംഹിയെ പോലെ എഴുന്നേറ്റു. ആരെ പോലെ? സിംഹിയെ പോലെ എഴുന്നേറ്റു. അവർ ബാലസിംഹത്തെ പോലെ ശക്തിപ്പെട്ടു. എന്തുകൊണ്ട്? ആ പദങ്ങൾ ഒറ്റ വാക്യം ഒന്ന് വായിച്ചിടാമോ? വായിച്ചാട്ടെ. 23:21 മുതൽ ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത്തിൽ ദർശിപ്പാനില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവന്റെ മധ്യയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം അവനെ അടിമമായിടായ മിസ്രൈമിൽ നിന്ന് ശത്രുവിന്റെ നുകത്തെ തകർത്ത് അവനെ ഒരു അടിമയായി കിടന്നവനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയുള്ള ബലമ കൊടുത്തേ? കാട്ടുപോത്തിന്റെ ബലം അവന് കൊടുത്തിരിക്കുക. ഇന്ന് പകൽക്കാലം അടിമനുഖങ്ങളെ പൊളിച്ച്, നിന്ദകളെ, കഷ്ടതകളെ, കണ്ണുനീരുകളെ പൊളിച്ച് നിനക്കെന്റെ ദൈവം തന്ന ബലത്തിന്റെ പ്രത്യേകത അത് കാട്ടുപോത്തിന്റെ ബലമാ. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. കേട്ടെ. എന്തുകൊണ്ട് പറ്റില്ല? അവിടെ നടുവിൽ ദൈവമുണ്ട്. ദൈവമുള്ളത് കൊണ്ട് ആ വിചാരം യാക്കോബിന് പറ്റില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കില്ല. എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നെന്ന് പറയാമോ പ്രിയരെ? ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ. മന്ത്രവാദം ചെയ്യാഞ്ഞിട്ടല്ല, നിനക്കെതിരെ പദ്ധതി ഒരുക്കാഞ്ഞിട്ടല്ല. എൻ്റെ ഭാഷയെ പറഞ്ഞ പഠിച്ച 18 പടി അവർ നോക്കി തൊടാൻ കഴിയാത്തതിന് കാരണം ദൈവം നിന്റെ നടുവിലുണ്ട്. ദൈവം നിന്റെ നടുവിലുണ്ട്. ദൈവം നിന്റെ നടുവിലുണ്ട്. ഈ പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കെതിരെ ചെയ്ത ചില ശത്രുവിന്റെ ആ വിചാരത്തിന്റെ കെട്ടുകൾ ഈ പകൽ എൻ്റെ ദൈവം തച്ചു മാറ്റി ചില കൂടാരങ്ങളെ ഇന്ന് പകൽ വിടുവിക്കുക. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ചില തലമുറയുടെ പാപികളെ ബന്ധിച്ച് എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു. പേര് പറഞ്ഞു പാപിയെ ബന്ധിച്ച കെട്ടുകളെ ആത്മാവ് ഈ ആരാധനയുടെ മടുവിൽ, ഈ ദൈവസഭയുടെ മടുവിൽ ഇന്ന് പകൽ പൊളിക്കുക.
നമ്മൾ ആരാധിക്കാൻ പോവാ. ഈ ദൂതും കൂടെ പിടിച്ചിട്ട് ആരാധിക്കാം. അമ്മേ യോസേഫ് സഹോദരന്മാരോട് പറയുന്നു, അമ്മേ നിങ്ങൾ എൻ്റെ തിന്മയ്ക്ക് ചെയ്തു. എൻ്റെ ദൈവമോ മഹാജനത്തിൻ്റെ രക്ഷയ്ക്കത് കാരണമാക്കി. തിന്മ ചെയ്തതാ നന്മയായി വെളിപ്പെട്ടു. അതുകൊണ്ടാ ഇസ്രായേൽ കൂടാരങ്ങൾക്കകത്ത് തിന്മ കാണാൻ ഇല്ല. ദൈവം കൂടെയുണ്ടോ? 2025 നീ നന്മ കാണും. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, നീ നന്മ കാണും. കൈവിടല്ലേ. ഒരിക്കൽ കൂടെ പറഞ്ഞു, രാജ്യങ്ങളുടെ നന്മ കാണും, പട്ടണങ്ങളുടെ നന്മ കാണും, എൻ്റെ ദൈവം ഒരുക്കുന്ന നന്മ കാണും. ആ പദങ്ങൾ പറ. നന്മ കാണും, പട്ടണങ്ങളുടെ നന്മ കാണും, രാജ്യങ്ങളുടെ നന്മ കാണും, അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും.